നമസ്കാരം, വലിയ മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു ചൈനീസ് ചിക്കൻ ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ. ഇത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് അധികം സോസുകളൊന്നും ചേർക്കാതെ 10-15 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ തയ്യാറാക്കുകയാണ്. ആദ്യമായിട്ട് ചിക്കൻ ബ്രസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ തൈസോ ഇതുപോലെ നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഏകദേശം 200 ഗ്രാം ചിക്കൻ ഉപയോഗിച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ചിക്കനാണ്. പക്ഷേ ഇത് നിങ്ങൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് സെമി ഫ്രോസൺ ആണെങ്കിൽ അത് സ്ലൈസ് ചെയ്യാനും അതുപോലെ ഒരേ ഷേപ്പ് മുറിച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും. ഇനി ഇത് ലൈറ്റായിട്ട് സീസൺ ചെയ്യാം. സോൾട്ട്, പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ സോയ് സോസ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി ചിക്കൻ എല്ലാം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളച്ചാൽ മതി, ഒരുപാട് ചൂട് വേണ്ട, ചിക്കൻ കരിഞ്ഞു പോകും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ 5-6 മിനിറ്റ് മതിയാവും. ഇനി പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒരു ഗാർലിക്കിൻ്റെ അല്ലി ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡിമെയ്ഡ് ചില്ലി പേസ്റ്റാണ്. ഇതിനാണെങ്കിൽ നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് പഴുത്ത മുളകുണ്ടെങ്കിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പോലെ നല്ല കളറുള്ള മുളക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അല്പം വെനിഗറും ചേർത്ത് ബ്ലെൻഡറിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ മൂന്നാമത് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. അല്പം കെച്ചപ്പ് എടുത്ത് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഈ ചില്ലി പേസ്റ്റായിട്ട് ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഹണി, ഒരല്പം ഫ്രഷ് ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ടാൻജിനസും വരും, നല്ല ഗ്ലേസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ചിക്കൻ തയ്യാറായി കഴിയുമ്പോൾ. ഇനി സോസിലേക്ക് ഏകദേശം ഒരു 100 മില്ലി വെള്ളം കൂടി ഒഴിച്ചൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ സോസ് റെഡിയാവും. അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ചിക്കനും റെഡിയായി. ഞാനിന്നിവിടെ ചിക്കന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ക്യാരറ്റ് അല്ലെങ്കിൽ കശുവണ്ടി, ഓനിയൻ അങ്ങനെ പലതും ചേർത്ത് കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു പ്രിഫറൻസ് ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ ഡ്രാഗൺ നമ്മൾ പ്രൈമറി ഫോക്കസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഉള്ളി, ക്യാരറ്റ് അതൊന്നും ചേർക്കാതെ, അതായത് ഇവിടെ നമ്മൾ ഈ ഡ്രാഗണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ സബ്ജക്ട് ഷുഡ് നോട്ട് കോമ്പറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട്. അതാണ് ഈ ഒരു ഡിഷിൻ്റെ ഒരു വിഷ്വൽ അപ്പീൽ. പക്ഷേ ആർക്കെങ്കിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ, ടേസ്റ്റ് ഒരു കാരണവശാലും കുറയ്ക്കത്തില്ല. ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഇതുപോലെയുള്ള മറ്റ് ഡിഷുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.